ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ ഇട്ടിട്ട് വേഗം ഇളക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം കട്ട പിടിക്കും. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. നമ്മളിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 10 മിനിറ്റ് നേരം ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. സമയമൊന്നുമില്ല, ഇതിങ്ങനെ കട്ടിയായി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കണം കേട്ടോ. കാരണം ഇതിൽ നെയ്യൊന്നും നമ്മൾ യൂസ് ചെയ്യാത്ത കാരണം മറ്റ് പാത്രങ്ങളാവുമ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കാനായിട്ട് പറഞ്ഞത്. ഇപ്പോൾ കണ്ടോ, ഇത് നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇനിയും നമ്മളിത് ഒന്നും കൂടി ഇളക്കി കട്ടിയാക്കി എടുക്കണം. പിന്നെ എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികുവശമൊക്കെ വിട്ടുപോരണം, അതാണ് അതിൻ്റെ ഒരു പാകം. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സ് ആണ് കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ പിള്ളേർക്ക് കൊടുക്കാം. പിന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. റവയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവർക്ക് വയറിനൊന്നും ഒരു പ്രോബ്ലം വരില്ല കേട്ടോ. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി അത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചൂടായ പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും 1 ഏലക്കായി ഇട്ട് നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതൊരു ഭാഗത്തേക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഈ തണുത്ത് വന്ന മിക്സിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡോ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കുക. അത് ആ ഡോ തൊടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളത് കുറച്ചൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ വെച്ചിട്ട് അത് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയാൽ മതി. അപ്പം തന്നെ അത് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതിവിടെ റൗണ്ട് ഷേപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ജസ്റ്റ് ഒന്ന് നെയ്യ് കയ്യിൽ പറ്റിയ കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കത് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എല്ലാം ഇതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ആ തണുത്ത് വന്നിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുക്കുകയാണ്. മെല്ലെ വേണം ഷുഗർ സിറപ്പിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നേരം നമുക്കിത് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 1/2 മണിക്കൂർ നേരം ഇത് ഷുഗർ സിറപ്പിൽ കിടക്കുമ്പോൾ ആ വെള്ളം എല്ലാം ഇത് നന്നായിട്ട് വലിച്ചെടുത്തിട്ട് നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. നമ്മളിത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഇതൊരു 2 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നാശാവില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ നാശാവില്ല കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കിതൊരു പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കഴിക്കാൻ കൊടുക്കാവുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.